ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി ജ്യൂസാണ്. അതായത് നമ്മൾ ഇവന്റുകളിൽ, കല്യാണ പരിപാടികളിലൊക്കെ നമ്മൾ കഴിക്കാറുള്ള മുന്തിരി ജ്യൂസ്. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇനി കാണാം. ആദ്യം നമ്മൾ അതിനായിട്ട് നമ്മൾ മുന്തിരിയാണ് വാങ്ങേണ്ടത്. അതായത് ജ്യൂസ് മുന്തിരി നമ്മൾ വാങ്ങണം. അത് നല്ലോണം അതിന് കൊറ്റയൊക്കെ കളഞ്ഞ്, അതായത് കൊറ്റെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാവുന്ന അതൊക്കെ കളഞ്ഞ് നല്ലോണം 2-3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണത് മുന്തിരിയാണ്. ഈ മുന്തിരിയിൽ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നും അടപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർത്തിട്ട് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കാം. ഇത്തിരി മധുരം കൂടുതൽ കഴിക്കുന്ന കാരണം ഞങ്ങൾ കുറച്ച് കൂടുതൽ പഞ്ചസാര നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മുന്തിരി പൊന്തി വരും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ തലേദിവസമാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പം രാവിലെ നമുക്കിത് ജ്യൂസ് അടിച്ചിട്ട് യൂസ് ചെയ്യാം. മുന്തിരി പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ രാവിലെ വരെ ഇരുന്ന് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ രാവിലെ നമുക്കിത് കൈ കൊണ്ട് ഉടയ്ക്കാം. തലേ ദിവസം തിളപ്പിച്ച് വെച്ച മുന്തിരിയാണിത്. മുന്തിരി ഇപ്പോൾ ചൂടാറി കഴിഞ്ഞ് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ചൂടാറി ആണ് നമ്മൾ നല്ലോണം കൈയൊക്കെ വാഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ച് ഉടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. ഇത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ കൊണ്ട് ഉടച്ചെടുക്കാം. എല്ലാത്തിനും അതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ലോണം തിരുമ്പി അതിന് കഴമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും കാണിച്ചു തരാം. ഓരോന്നായിട്ട് എടുത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കഴമ്പൊക്കെ ഒന്ന് ഇതായിട്ട് കിട്ടാനേ. കല്യാണ ഫംഗ്ഷനിൽ അപ്പം ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നൊക്കെ ഫംഗ്ഷനിലൊക്കെ കുടിക്കുന്ന ജ്യൂസില്ലേ, അത് ഇങ്ങനെയാണ് കേട്ടോ കറക്റ്റായിട്ട് ഏകദേശം. അത് അങ്ങനത്തെ ജ്യൂസാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റേ നമ്മൾ സാധാരണ കടയിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ അല്ല, ഇത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. ജ്യൂസിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ്? ഇനി നമ്മളത് അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കഴമ്പോട് കൂടി നമ്മൾ എടുക്കണം. അതിൻ്റെ തൊലി ഒരു വേർതിരിച്ച് പോകുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുടിക്കുമ്പോൾ തരിയൊന്നും പാടില്ലെങ്കിൽ സാധാ അരിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓട്ടയുള്ള ടൈപ്പ് ഈ ഉപയോഗമുള്ള അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ കഴമ്പോട് കൂടി കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. നല്ല വലിപ്പത്തിലുള്ള മറ്റേ അരിപ്പ, കുറച്ച് ഓട്ട വലുതായിട്ടുള്ള അരിപ്പ ഇല്ലാത്ത കാരണം ഞാനിത് നമ്മുടെ ചോറൊക്കെ ഊറ്റണ തവിയിൽ അത് ഉപയോഗിച്ചാണ് അരിച്ചെടുക്കാൻ പോകുന്നത്. ഉപയോഗിച്ചിട്ടാണ് അരിക്കാൻ പോകുന്നത്. ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള ജ്യൂസാണ് വേണ്ടെങ്കിൽ, സാധാരണ കട്ടിയുള്ള ജ്യൂസാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും കൂടുതൽ ഇത്തിരി കൂടി കട്ടിക്കുറം. സ്പൂൺ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഇത് പകർത്തി വെച്ച് നമ്മളിപ്പോൾ ഓരോ വിരുന്നുകാർക്ക് കൊടുക്കുമ്പോൾ നമ്മളതിൽ ഐസ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയായിരിക്കും.
ഇതിപ്പോൾ നമ്മളിനി ഞാനിപ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്നും കൂടി നല്ലോണം അരിച്ചിട്ട്. കാരണം വേറെ ഒന്നല്ല, എൻ്റെ മോൾക്ക് ജ്യൂസ് ഇഷ്ടമല്ല, അവൾക്ക് എന്ത് ജ്യൂസാക്കി കൊടുത്താലും താല്പര്യം ഉണ്ടാവില്ല. ഐസ് ഉണ്ടാക്കുന്ന മോൾഡിൽ വെച്ചിട്ട് ഞാൻ അവൾക്ക് ഐസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം, ഐസ് ഉണ്ടാക്കിയെങ്കിൽ ഇനി ജ്യൂസ് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് അത് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഐസ് ആയിട്ടുണ്ട്, കുഞ്ഞ് കഴിച്ചു തുടങ്ങിയോട്